ഫോറിൻ കമ്പനി അല്ലെങ്കിൽ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 242. അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ മീൻസ് എ കമ്പനി ഓർ എ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നിട്ട് ഇൻകോർപ്പറേറ്റഡ് വിച്ച് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. എങ്ങനെ? ബൈ ഇറ്റ് സെൽഫ്, സ്വയം, ഓർ ത്രൂ ആൻ ഏജൻറ്റ്, physically or through electronic mode, and conducts any business activity in India in any other manner. അപ്പോൾ ഇന്ത്യയിൽ രണ്ട് കാര്യങ്ങളുമാണ് എന്നിട്ട് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ആൻഡ് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ. ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷാൽ ബി, ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറിൻ കമ്പനി ആവും. അപ്പോൾ ഈ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ എന്തൊക്കെ പെടും? സെക്ഷൻ 386 പ്രകാരം പ്ലേസ് ഓഫ് ബിസിനസ് ഷാൽ ഓൾസോ ഇൻക്ലൂഡ് എന്നിട്ട് ഷെയർ ട്രാൻസ്ഫർ ഓഫീസ് അല്ലെങ്കിൽ ഷെയർ രജിസ്ട്രേഷൻ ഓഫീസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫോറിൻ കമ്പനി ആണെങ്കിൽ സെക്ഷൻ 379 പ്രകാരം ഫോറിൻ കമ്പനിക്ക് സെക്ഷൻ 382 386 അപ്ലിക്കബിൾ ആവും, പ്ലസ് 392 പ്ലസ് 393 അപ്ലിക്കബിൾ ആവും. ഓക്കെ, പിന്നെ ഒരു സെലക്റ്റഡ് പ്രൊവൈഷൻ എന്നിട്ട് പറയാനുള്ളത് 379(2) സെക്കൻഡ് പോയിൻ്റ് ആണത്. അതായത് നോട്ട് ലെസ് ദാൻ 50% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. നോട്ട് ലെസ് ദാൻ 50 എന്ന് പറയുമ്പോൾ കൃത്യം ഹാഫ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഈ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ത് ഫോമിലാവാം? ഒന്നല്ലെങ്കിൽ ഇക്വിറ്റി ആയിരിക്കാം, ഒന്നല്ലെങ്കിൽ പ്രിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ലി ഇക്വിറ്റി അല്ലെങ്കിൽ പാർട്ട്ലി പ്രിഫറൻസ് ഷെയർ. അപ്പോൾ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ അതിൻ്റെ ഈക്വൽ നമ്പർ എടുക്കുക. ഈസ് ഹെൽഡ് ബൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്ത്യൻ സിറ്റിസൺ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്ത്യൻ ബോഡി കോർപ്പറേറ്റ്, അതായത് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ജോയിൻലി, അതായത് ഇവർ രണ്ട് പേര് പല കോമ്പിനേഷനിൽ, ഇഫ് ഇറ്റ് ഈസ് ഹെൽഡ് ബൈ ദം, അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ സച്ച് കമ്പനി ഓൾദോ എ ഫോറിൻ കമ്പനി ആണ്, പക്ഷേ ഷാൽ കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ദിസ് ചാപ്റ്റർ, അതായത് കംപ്ലൈ വിത്ത് പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് സച്ച് അതർ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. അതായത് ഈ ഫോറിൻ കമ്പനിയുടെ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആവും, കമ്പനീസ് ആക്ടിലെ അതർ സെക്ഷൻസും അപ്ലിക്കബിൾ ആവും. അതായത് പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ ആൻഡ് അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് വിത്ത് റിഗാർഡ് ടു ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഇറ്റ് ഇൻ ഇന്ത്യ ആസ് ഇഫ് ഇറ്റ് ഈസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ. അതായത് although a foreign company, it has to comply with the provisions of this chapter as well as certain provisions of the Companies Act as if it is a company incorporated in India with respect to its Indian business മാത്രം, but still it shall be considered as a foreign company. പിന്നെ നമുക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അതായത് ഇത് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് പറയുന്നത്? പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ഉണ്ട് ഒന്നല്ലെങ്കിൽ ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ത്രൂ ഏജൻറ്റ്, അല്ലെങ്കിൽ ഫിസിക്കലി ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. അപ്പോൾ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ പ്ലേസ് ഓഫ് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല, പക്ഷേ ഇലക്ട്രോണിക് മോഡാണെങ്കിൽ നമ്മളെന്താ അസ്യൂം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് മോഡാണെങ്കിൽ ഇറ്റ് കണ്ടക്ട്സ് ബിസിനസ് ഫ്രം ഇൻ ഇന്ത്യ, അതായത് അപ്പോൾ ഫോറിൻ കമ്പനിയാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഇലക്ട്രോണിക് മോഡിൽ പലതരം കുറേ കാര്യങ്ങളുണ്ട്, അത് നോക്കണം. അതായത് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പക്ഷേ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല, പക്ഷേ ഇലക്ട്രോണിക് മോഡാണ്. ഇലക്ട്രോണിക് മോഡായതുകൊണ്ട് ഡീംഡ് ആസ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ, ദെയർഫോർ ഇറ്റ് ഈസ് എ ഫോറിൻ കമ്പനി. ഓക്കെ, ഈ എന്തൊക്കെയാണ് ഇനി ഇലക്ട്രോണിക് മോഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കവേർഡാന്നുള്ളതാണ്. ഈ ഇലക്ട്രോണിക് മോഡ് എന്ന് പറയുമ്പോൾ ഇത് ഒരു എക്സോസ്റ്റീവ് ലിസ്റ്റ് അല്ല, ഇലിസ്ട്രേറ്റീവ് ലിസ്റ്റാണ്. മീനിങ് ഓഫ് ഇലക്ട്രോണിക് മോഡ് അതിങ്ങനെ വരുന്നത്. മീനിങ് ഓഫ് ഇലക്ട്രോണിക് മോഡ് ഏതിലേക്കാണ് വരുന്നത്? റൂൾ 2(1)(c) വരുന്നത്. ഓക്കെ, ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ് ടു കൺസ്യൂമർ ട്രാൻസാക്ഷൻ, ഡാറ്റ ഇൻ്റർചേഞ്ച്, അതർ ഡിജിറ്റൽ സപ്ലൈ ട്രാൻസാക്ഷൻ, ഓഫറിംഗ് ടു ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഓർ സബ്സ്ക്രിപ്ഷൻ സെക്യൂരിറ്റീസ് ഇൻ ഇന്ത്യ ഓർ ഒന്നല്ലെങ്കിൽ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ പിന്നെ എന്നിട്ട് ഫ്രം സിറ്റിസൻസ് ഓഫ് ഇന്ത്യ. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡാറ്റാബേസ് സർവീസസ്, വെബ് ബേസ്ഡ് മാർക്കറ്റിംഗ്, അഡ്വൈസറി ആൻഡ് ട്രാൻസാക്ഷണൽ സർവീസസ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രോണിക് ഇത് ഇൻക്ലൂഡ് ഓൺലൈൻ സർവീസസ് സച്ച് ആസ് ടെലി മാർക്കറ്റിംഗ്, ടെലി കമ്മ്യൂണിക്കേറ്റിംഗ്, ടെലി മെഡിസിൻ, എഡ്യൂക്കേഷൻ ആൻഡ് അതർ ഇൻഫർമേഷൻ റിസർച്ച്, ഓൾ റിലേറ്റഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വെദർ കണ്ടക്റ്റഡ് ബൈ ഇമെയിൽ, മൊബൈൽ ഡിവൈസ്, സോഷ്യൽ മീഡിയ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ്, വോയിസ് ഓർ ഡാറ്റ ട്രാൻസ്മിഷൻ ഓർ അതർവൈസ്. അങ്ങനെ ഇഫ് എ ട്രാൻസാക്ഷൻ ഫോൾസ് വിത്തിൻ ഓഫ് ഇലക്ട്രോണിക് മോഡ് ആണെങ്കിൽ it shall be termed as electronic mode whether the main service is installed in India or not or outside India. അതായത് എവിടെയാണോ മെയിൻ സെർവർ ലൊക്കേറ്റ് ചെയ്ത് നോക്കുന്നത് അത് ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ഓർ ഇറലവൻറ്റ്, അത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് എക്സെപ്ഷനാണ്. അതായത് ഓഫറിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റേഴ്സ് ഷാൽ നോട്ട് ബി കൺസ്റ്റിറ്റ്യൂഡ് ആസ് ഇലക്ട്രോണിക് മോഡ്. അതായത് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് നമ്മൾ IFSCയിൽ കൊടുത്തു എന്നിട്ട് സ്പെഷ്യൽ എക്കോണമിക് സോൺ ആക്ട് പ്രകാരം സെക്ഷൻ 18 പ്രകാരം, അങ്ങനെയാണെങ്കിൽ അത് ഇലക്ട്രോണിക് മോഡായിട്ട് കൂട്ടില്ല. ഓക്കെ, അത് ഇലക്ട്രോണിക് മോഡായിട്ട് കൂട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡെഫിനേഷൻ 242. ഇനി അതിൻ്റെ റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പ്രത്യേകത. അപ്പോൾ വെദർ ഇറ്റ് ഇസ് എ ഫോറിൻ കമ്പനി ഓർ നോട്ട്. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 6 ഒരു പ്രത്യേകതയുണ്ട്. അതായത് വെദർ ദ ഫോറിൻ കമ്പനി ആണോ എ കമ്പനി വിച്ച് ഇസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ എംപ്ലോയ്സ് ഏജൻറ്റ്സ് ഇൻ ഇന്ത്യ
ബട്ട് ഹാസ് നോ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യ. ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. കാരണം ഔട്ട്സൈഡിൽ നിന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തു, ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു, ഏജൻസ് ഇൻ ഇന്ത്യ, സെക്കൻഡ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു, പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഏജൻസ് ഇൻ ഇന്ത്യ, ഏജൻസ് ഉണ്ട് പക്ഷേ നോ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ല, അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ ഫോറിൻ കമ്പനി. ഈ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു, ഹാവിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹു ആർ ഓൾ ഇന്ത്യൻ സിറ്റിസൻസ്. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ഇന്ത്യൻ സിറ്റിസൻസ് ആയതുകൊണ്ട് അത് ഫോറിൻ കമ്പനി ആവണമെന്നില്ല, ബാക്കിയുള്ള കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വിചാരിക്കണമെന്നിട്ട് ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു, പക്ഷേ സെക്കൻഡ് ഫുൾഫിൽ ചെയ്തില്ല, തേർഡ് ഫുൾഫിൽ ചെയ്തില്ല. അതായത് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യയിലില്ല, ഷെയർ ഹോൾഡേഴ്സ് മാത്രം ഇന്ത്യക്കാരായതുകൊണ്ട് ഒരു കാര്യമില്ല. ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് എ ഫോറിൻ കമ്പനി until others unless section 242 other conditions are satisfied. അടുത്ത തേർഡ്, എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ബട്ട് ഓൾ ഷെയർസ് ആർ ഹെൽഡ് ബൈ ഫോറിനേഴ്സ്. അതുകൊണ്ട് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ഓൾ ഫോറിനേഴ്സ്, അതുകൊണ്ട് ഒരു പ്രത്യേകതയില്ല, പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യയിൽ, അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ ഫോറിൻ കമ്പനി. എ കമ്പനി ഹാസ് നോ പ്ലേസ് ഓഫ് ബിസിനസ് എസ്റ്റാബ്ലിഷ് ഇൻ ഇന്ത്യ യെറ്റ് ഇറ്റ് ഈസ് ഡൂയിങ് ഓൺലൈൻ ബിസിനസ് ത്രൂ ടെലിമാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ. പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല, പക്ഷേ അതിൻ്റെ എക്സെപ്ഷനിലൊക്കെ പറയുക, കാരണം എന്നിട്ട് ഇലക്ട്രോണിക് മീഡിയ ടെലിമാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ നമ്മുടെ ത്രൂ ഇലക്ട്രോണിക് മീൻസ്, ത്രൂ ഇലക്ട്രോണിക് മോഡ് ആയത് കാരണം സിൻസ് ഇറ്റ് ഇസ് ഇൻ ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫില്ലായി, സെക്കൻഡിൻ്റെ ഇലക്ട്രോണിക് ഇത് ഫുൾഫില്ലായി, ദെർഫോർ ഇറ്റ് ഷാൽ ബി ട്രീറ്റഡ് ആസ് എ ഫോറിൻ കമ്പനി. പിന്നെ അതുപോലത്തെ ഉള്ള റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് എവിടെ വരുന്നത്, ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 27. ക്വസ്റ്റ്യൻ നമ്പർ 27 എന്നിട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ട്. ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇലക്ട്രോണിക് മോഡ് കൊടുക്കണം, പക്ഷേ നോ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ, പക്ഷേ ഇലക്ട്രോണിക് മോഡ് ആയതുകൊണ്ട് ഇറ്റ് സ്റ്റിൽ എ ഫോറിൻ കമ്പനി. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 30 ഉണ്ടെന്നുണ്ട്, ഇ കോമേഴ്സ് ആണ്, ഇലക്ട്രോണിക് മോഡ്, നോ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യ, പക്ഷേ ഇലക്ട്രോണിക് മോഡ് ആയതുകൊണ്ട് സ്റ്റിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഇവിടെ ഫോറിൻ കമ്പനി. പിന്നെ ക്വസ്റ്റ്യൻ 31 ഒരു പ്രത്യേകത എന്നിട്ട് ബ്രാഞ്ച് ഓഫീസ്. ബ്രാഞ്ച് ഓഫീസ് എന്ന് പറയുന്നത് സ്റ്റിൽ കൺസിഡർഡ് ആസ് എന്നിട്ട് പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് കൂട്ടും. അപ്പോൾ നമ്മളിവിടെ എന്താ പറയാൻ പോകുന്നത്, സെക്ഷൻ 380. 380 എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്സ് എക്സെട്ര ടു ബി ഡെലിവേർഡ് ടു രജിസ്ട്രാർ ബൈ ഫോറിൻ കമ്പനീസ്. ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഡെലിവർ ചെയ്യണം രജിസ്ട്രാറിന്, ഫോറിൻ കമ്പനി. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യ എന്നാണ് നമ്മൾ പ്ലേസ് എസ്റ്റാബ്ലിഷ് ചെയ്യണത് അവിടുന്ന്, അതിന് ശേഷം വിതിൻ 30 ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സെക്ഷൻ 380 മെയിനായിട്ട് ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, കമ്പനി തുടങ്ങിയിട്ട് 30 ദിവസത്തിനുള്ളിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, പിന്നെ നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ഈ സബ്മിറ്റഡ് ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആൾട്ടറേഷൻ വരുത്തിയ തീയതിയിൽ നിന്ന് 30 ദിവസത്തിനുള്ളിൽ ഫോം നമ്പർ FC2 ROCക്ക് ഫയൽ ചെയ്യണം. പിന്നെ നമ്മൾ ബിസിനസ് എൻഡ് ചെയ്യാണ്, ഒരു പെർട്ടിക്കുലർ ഓഫീസ് ഇന്ത്യയിലത്തെ ഓപ്പറേഷൻസ് സീസ് ചെയ്തു നിൽക്കി, സെസേഷൻ ഓഫ് ഓഫീസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യണം ROCക്ക്, അതായത് ഒരു നോട്ടീസ് കൊടുക്കണം ROCക്ക്, ഞാൻ ബിസിനസ് നിർത്തി എന്നുള്ളത്. അപ്പോൾ 3 കാര്യങ്ങളുണ്ട്, ഫസ്റ്റ് ബിസിനസ് തുടങ്ങുമ്പോൾ, സെക്കൻഡ് ഓൾട്ടറേഷൻ വരുത്തുമ്പോൾ, തേർഡ് ബിസിനസ് സീസ് ചെയ്യുമ്പോൾ. ഇനി തുടങ്ങുമ്പോൾ രജിസ്റ്റർ ചെയ്യണം ഇന്ന ഡോക്യുമെൻറ്റ്സ് ഒറിജിനൽസ്, അതായത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചാർട്ടർ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ സ്റ്ററ്റ്യൂട്ട് അല്ലെങ്കിൽ മെമ്മോറാൻഡം ഓർ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, അതിൻ്റെ കോപ്പി കൊടുക്കണം. ഇഫ് നോട്ട് ഇൻ ഇംഗ്ലീഷ് സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റഡ് കോപ്പി. ഈ സർട്ടിഫിക്കേഷൻ ആദ്യം നടത്തണം എന്നുള്ളത് പ്രത്യേക റൂൾസിൽ പറയുന്നുണ്ട്, അത് പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് ചാർട്ടർ ഡോക്യുമെൻറ്റ്, സെക്കൻഡ് അഡ്രസ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, അതായത് ഫുൾ അഡ്രസ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ്. അടുത്തൊന്നുണ്ടാ ഫുൾ അഡ്രസ് ഓഫ് ഫോറിൻ കമ്പനിയുടെ ഓഫീസ് ഇൻ ഇന്ത്യ, അതാണ് തേർഡ്. ഫോർത്ത് എന്ന് പറയുമ്പോൾ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓതറൈസ്ഡ് പേഴ്സൺ അതായത് ഈ person should be resident in India who is authorized to receive or accept notices/documents on behalf of the company. അപ്പോൾ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ നെയിം ആൻഡ് അഡ്രസ്. അടുത്ത ലിസ്റ്റ് ഓഫ് എന്നിട്ട് ഡയറക്ടേഴ്സ് ആൻഡ് സെക്രട്ടറി ഓഫ് ദ കമ്പനി, അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം. ആ ഡീറ്റെയിൽസ് എന്നിട്ട് നെയിം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട്, ഇമെയിൽ ID, DIN, SIN, നാഷണാലിറ്റി, പാൻ നമ്പർ എക്സെട്ര, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ 6th എന്നിട്ട് ഡിക്ലറേഷൻ, അതായത് ഡയറക്ടേഴ്സ് സെക്രട്ടറി വന്നു കഴിഞ്ഞാൽ ഡിക്ലറേഷൻ, ദാറ്റ് ഈസ് ഡിക്ലറേഷൻ കൊടുക്കണം ഈ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്. ഓക്കെ, is not convicted or debarred for holding any in the he is not convicted or debarred from formation or management of the companies. Okay, 7th details regarding opening and closing of place of business in India if any, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. 8 others. ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഇത്രയും ഡോക്യുമെൻറ്റ്സ്, 8 ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടർ, സെക്കൻഡ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ്, അതിൻ്റെ ഫുൾ അഡ്രസ്. അടുത്ത് ഫുൾ അഡ്രസ് ഓഫ് നമ്മുടെ ഫോറിൻ കമ്പനി ഓഫീസ് ഇൻ ഇന്ത്യ. പിന്നെ ഫോർത്ത് ഓതറൈസ്ഡ് പേഴ്സൺ, അയാളുടെ നെയിം ആൻഡ് അഡ്രസ്, റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഹു ഇസ് ഓതറൈസ്ഡ് ടു ആക്സെപ്റ്റ് നോട്ടീസസ്. ഫിഫ്ത്ത് ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സെക്രട്ടറി. അപ്പോൾ ഇവർ രണ്ടുപേരുടെ അടുത്തുനിന്നിട്ട് ഡിക്ലറേഷൻ, ദാറ്റ് ഈസ് നോട്ട് കൺവിക്റ്റഡ് ഓർ ഡീബാർഡ്. 7th ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇനി അതർ ഡോക്യുമെൻറ്റ്സ് ആസ് പ്രിസ്ക്രൈബ്ഡ് 8 എണ്ണം. അപ്പോൾ ഈ 8 ഡോക്യുമെൻറ്റ്സ് ഫോം FC1 വിത്ത് റെലവൻറ്റ് ഫീസ് വിതിൻ 30 days. 30 days ആണ് നോക്കുക, എന്നാണോ പ്ലേസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അതിനുശേഷം വിതിൻ 30 days രജിസ്ട്രാർക്ക് ROCക്ക് സബ്മിറ്റ് ചെയ്യണം. അത് എവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഏത് ROC? ന്യൂഡൽഹി. ROC ജുറിസ്ഡിക്ഷൻ ഇൻ ന്യൂഡൽഹി, ദാറ്റ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ഫോറിൻ കമ്പനി എന്തായാലും ന്യൂഡൽഹിയിലെ വരാം, അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്ഥലം.
ഓക്കെ, ഇവിടെ ഫോം നമ്പർ FC1 ആണ് വരുന്നത്, FC1. ഓക്കെ, അതിൻ്റെ ഒപ്പം ഇത്രയും 8 ഡോക്യുമെൻറ്റ്സ് FC1, പിന്നെ എന്നിട്ട് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് അപ്രൂവൽ ഫ്രം RBI അണ്ടർ FEMA 1999, പ്ലസ് ഇനി അറ്റസ്റ്റഡ് കോപ്പി ഓഫ് റെഗുലേറ്റേഴ്സ് അപ്രൂവൽ ഇഫ് ഇനി റിക്വയർഡ്. റെഗുലേറ്റേഴ്സ് അപ്രൂവൽ വേണമെന്നുണ്ടെങ്കിൽ അവർ അറ്റസ്റ്റഡ് കോപ്പി, അങ്ങനെ അപ്രൂവൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഇഫ് നോ അപ്രൂവൽ ഈസ് റിക്വയർഡ് ദെൻ സച്ച് ഡിക്ലറേഷൻ ഫ്രം സച്ച് ഓതറൈസ്ഡ് പേഴ്സൺ എന്നിട്ട് ഡിക്ലറേഷൻ ദാറ്റ് ഈസ് നോ റെഗുലേറ്റേഴ്സ് അപ്രൂവൽ ഈസ് നോട്ട് റിക്വയർഡ് എനിമോർ, അങ്ങനെ അതും വേണം. അതാണ് സെക്ഷൻ 380 പറയണത്. നമ്മളിപ്പോൾ എന്നിട്ട് പറയാൻ പോകുന്നത് നമ്മൾ സെക്ഷൻ 381 പറയാൻ പോകുന്നത്. 381 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് ഫോറിൻ കമ്പനീസ്, പ്രിപ്പറേഷൻ ആൻഡ് ഫയലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റ് ആൻഡ് P&L അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ എവറി ഫോറിൻ കമ്പനി ഷാൽ, അതായത് കമ്പൽസറി ആണ്, ഇൻ എവറി കാലണ്ടർ ഇയർ എന്ന് പറയുമ്പോൾ Jan to December, പ്രിപ്പയർ ആൻഡ് ഫയൽ എ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ എവറി ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നിട്ട് April to March ആണ്. April to March അല്ലെങ്കിൽ ഓർ സച്ച് എനി അതർ പീരീഡ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും പീരീഡ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ എടുക്കണം. ഓക്കെ, പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ സച്ച് ഫോം എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ 3 പ്രകാരം കണ്ടെയ്നിങ് സച്ച് പെർട്ടിക്കുലേഴ്സ് ഇൻക്ലൂഡിങ് സച്ച് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒക്കെ സച്ച് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്, അത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം. ഇഫ് എനി ഡോക്യുമെൻറ്റ് ഈസ് നോട്ട് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ദെൻ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ കോപ്പി മസ്റ്റ് ബി അനെക്സ്. ഈ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ കോപ്പിക്ക് റൂൾസ് ഉണ്ട്, റൂൾ 10, അത് പിന്നീട് പറയാം. പിന്നെ അടുത്ത പ്രൊവിഷൻ സെൻട്രൽ ഗവൺമെൻറ് മേ എക്സെംപ്റ്റ് എനി ഫോറിൻ കമ്പനി ഓർ ക്ലാസ് ഓഫ് ഫോറിൻ കമ്പനീസ്, അത് കുഴപ്പമില്ല. ദീസ് കോപ്പീസ് ഓഫ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷാൽ ബി ഡെലിവേർഡ് ടു ROC. ROCക്ക് എപ്പോഴാണ് ഡെലിവറി ചെയ്യേണ്ടത്? വിതിൻ 6 months ഡെലിവറി ചെയ്യണം ഫ്രം ദ എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. പ്ലസ് നമുക്ക് എക്സ്റ്റൻഷൻ ചോദിക്കാം, മാക്സിമം എക്സ്റ്റൻഷൻ പ്ലസ് 3 months. അപ്പോൾ ഇവിടെ April March തീർന്നു കഴിഞ്ഞാൽ 6 months എന്ന് പറയുമ്പോൾ September പ്ലസ് 3 months കൂടി കഴിയുമ്പോൾ 31st December ആയിരിക്കും ആ ഡേറ്റ് വരാം. ഓക്കെ, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഫോം FC3 അറ്റാച്ച് ചെയ്യണം. FC3 എന്താ പറയുന്നത്? എ ലിസ്റ്റ് ഓഫ് ഓൾ പ്ലേസസ് ഓഫ് ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ, ഫോറിൻ കമ്പനിയുടെ. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഓൾ പ്ലേസസ് ഓഫ് ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഫോം FC3 ആസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ എത്ര പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടോ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം, ലിസ്റ്റ് വേണം ഫോം FC3. ഓക്കെ, ഇനി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കണോ എന്ന് പറഞ്ഞില്ലേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ട് എല്ലാത്തിൻ്റെയും വേണം, അല്ല ഓൺലി ഇന്ത്യൻ ബിസിനസ് ഓപ്പറേഷൻസ്. അതായത് ഫോറിൻ കമ്പനി ഇപ്പോൾ സിംഗപ്പൂരിലുള്ള കമ്പനി ആണെങ്കിൽ സിംഗപ്പൂരിലുണ്ടാവും, അതിൻ്റെ ചെയ്യണം വേണ്ട. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ബിസിനസ് ഓപ്പറേഷൻ ഷാൽ ബി ഇൻ ഫോം ഷെഡ്യൂൾ 3 to the extent possible, and all such documents as required to be annexed to financial statement, notes, changes in equity, അങ്ങനത്തെയൊക്കെ. അത് എന്താ പറയുക, കമ്പനീസ് ആക്ടിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അങ്ങനെ കമ്പനീസ് ആക്ട് സെക്ഷൻ 128, സെക്ഷൻ 138 പറയണതെല്ലാം ഷാൽ ബി annexed to the financial statements of a foreign company, and all such documents relating to the consolidated financial statements of a foreign company as submitted by company in its country of incorporation. അപ്പോൾ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ പാരൻറ്റ് കമ്പനി, പിന്നെ എന്നിട്ട് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, ഇത്രയാണ് ഡോക്യുമെൻറ്റ്സ്. നമ്മൾ വിതിൻ 6 months ഓഫ് ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ആണ് ടൈം ലിമിറ്റ്, മാക്സിമം എക്സ്റ്റൻഷൻ 3 months. അത് നമ്മൾ ചോദിക്കണം ബൈ മേക്കിംഗ് ആൻ ആപ്ലിക്കേഷൻ. ഓക്കെ, അക്കൗണ്ട്സ് പെർട്ടൈനിങ് ടു ഇന്ത്യൻ ബിസിനസ് ഓപ്പറേഷൻസിലുള്ള നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് ഫയൽ ചെയ്യേണ്ടത്. അത് ഓഡിറ്റ് ചെയ്യണം ബൈ പ്രാക്ടീസിങ് CA ഇൻ ഇന്ത്യ ഓർ എ ഫേം ഓർ LLP ഓഫ് പ്രാക്ടീസിങ് CS. ഇവർക്ക് അത് ഓഡിറ്റ് ചെയ്യാം. അപ്പോൾ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ ബിസിനസ് ഓപ്പറേഷൻ. പിന്നെ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് സെക്ഷൻ 128 to 148 അപ്ലിക്കബിൾ ആവും, ഷാൽ ഓൾസോ അപ്ലൈ ടു എ ഫോറിൻ കമ്പനി. ഇനി നമ്മുടെ ഒത്തൻറ്റിക്കേഷൻ ഓഫ് ട്രാൻസ്ലേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ സർട്ടിഫൈഡ് ഇംഗ്ലീഷ് കോപ്പി എന്ന് പറഞ്ഞല്ലോ, അതിന് സർട്ടൺ റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ റൂളാണ് പറയുന്നത് റൂൾ 10. ഓക്കെ, all the documents required to be filed, എല്ലാ ഡോക്യുമെൻറ്റ്സും ടു ബി ഫൈൽഡ് വിത്ത് രജിസ്ട്രാർ ബൈ ദ ഫോറിൻ കമ്പനി ഷാൽ ബി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇപ്പം നോട്ട് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ ദെൻ ഷാൽ ബി അറ്റാച്ച്ഡ് എ ട്രാൻസ്ലേഷൻ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ആരാണിത് സർട്ടിഫൈ ചെയ്യേണ്ടത്? അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എവിടെയാണ് ട്രാൻസ്ലേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ. വേർ എനി സച്ച് ട്രാൻസ്ലേഷൻ ഈസ് മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇറ്റ് ഷാൽ ബി ഒത്തൻറ്റിക്കേറ്റഡ് ബൈ ദ സിഗ്നേച്ചർ ആൻഡ് സീൽ ഓഫ് ഒഫീഷ്യൽ ഹാവിംഗ് കസ്റ്റഡി ഓഫ് ദി ഒറിജിനൽ ഓർ എ നോട്ടറി പബ്ലിക് ഓഫ് ദി കൺട്രി വർ ദ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. ഓക്കെ, ഒരു പ്രൊവൈസോ ഉണ്ട് അവിടെ, അതായത് ട്രാൻസ്ലേഷൻ ഈസ് മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, പക്ഷേ അതൊരു ഇൻ എ കൺട്രി ഔട്ട്സൈഡ് ദ കോമൺവെൽത്ത് ആണെങ്കിൽ സിഗ്നേച്ചർ ആൻഡ് സീൽ ഓഫ് ദ പേഴ്സൺ സോ സർട്ടിഫൈങ് ഷാൽ ബി ഒത്തൻറ്റിക്കേറ്റഡ് ബൈ ഡിപ്ലോമാറ്റിക് ഓർ കൗൺസിലർ ഓഫീസ്. ഓക്കെ, പിന്നെ അടുത്ത് വന്നിട്ട് വേർ സച്ച് ട്രാൻസ്ലേഷൻ ഈസ് മെയ്ഡ് വിതിൻ ഇന്ത്യ, ഇന്ത്യയുടെ ഉള്ളിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്താണെങ്കിൽ ഷാൽ ബി ഒത്തൻറ്റിക്കേറ്റഡ് ബൈ എൻ അഡ്വക്കേറ്റ്, അറ്റോർണി or a pleader entitled to appear before any high court or an affidavit to file of a competent person having in the opinion of the registrar adequate knowledge of the language of the English ഒറിജിനൽ ആൻഡ് ഓഫ് ഇംഗ്ലീഷ്. അതൊരു ഒന്നല്ലെങ്കിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വേണമെന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി ഇൻ എവറി കാലണ്ടർ ഇയർ ഫയൽ വിത്ത് ROC എന്ത് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ഇന്ത്യൻ ബിസിനസ് ഓപ്പറേഷൻസ് ഫോർ എവറി ഫിനാൻഷ്യൽ ഇയർ ഫയൽ ചെയ്യുക ഇൻ സച്ച് ഫോം ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഫോം എന്നിട്ട് ഷെഡ്യൂൾ 3 ഫോം എന്നിട്ട് FC3 ഫോം particulars and documents. ഈ ഡോക്യുമെൻറ്റ്സ് എന്നിട്ട് സിമിലർ ടു കമ്പനീസ് ആക്ട് സെക്ഷൻ 128 and 138. ഓക്കെ, പിന്നെ എന്തൊക്കെ ഫയൽ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് ഷെഡ്യൂൾ 3 ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്നിട്ട് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇന്ത്യൻ ഓപ്പറേഷൻസിൻ്റെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ ഓപ്പറേഷൻസ് ഫോം FC3 plus consolidated financial statements of parent company, related party transaction, profit repatriated and funds transferred. ഈ FC3 എന്നിട്ട് പ്രത്യേകത ലിസ്റ്റ് ഓഫ് ഓൾ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ആസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റും കൂടി അത് പറയണം. ഫോം FC3 ലിസ്റ്റ് ഓഫ് പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യ ആസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അപ്പോൾ എപ്പോൾ ഫയൽ ചെയ്യണം? ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിട്ട് വിതിൻ 6 months പ്ലസ് 3 months നമുക്ക് ഇവിടെ എക്സ്റ്റൻഷനും കൂടി ചോദിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു എന്നിട്ട് ഈ ട്രാൻസ്ലേഷൻ്റെ റൂൾസ് പറഞ്ഞു. റൂൾ 10 റിഗാർഡിങ് ട്രാൻസ്ലേഷൻ. അപ്പോൾ എനി ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ് ടു ROC എന്നിട്ട് ഇംഗ്ലീഷിലായിരിക്കണം. ഇംഗ്ലീഷിലാണെങ്കിൽ ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ്. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ പ്രത്യേകത ഇഫ് ട്രാൻസ്ലേഷൻ ഇസ് ഡൺ ഔട്ട്സൈഡ് ഇന്ത്യ അത് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യണം. ഒഫീഷ്യലി ഹാവിംഗ് എൻ ഒറിജിനൽ ഓർ പബ്ലിക് നോട്ടറി ഇൻ ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദാറ്റ് കമ്പനി ഇൻ ദാറ്റ് പർട്ടിക്കുലർ കൺട്രി. ഇപ്പോൾ ഔട്ട്സൈഡ് കോമൺവെൽത്ത് കൺട്രീസിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒത്തൻറ്റിക്കേഷൻ ബൈ ദ ഡിപ്ലോമാറ്റിക് ഓർ കൺസുലർ ഓഫീസർ ഓർ എനി അതർ ഓഫീസർ. ട്രാൻസ്ലേറ്റഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ എന്നിട്ട് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ അറ്റോർണി who can appear before the High Court അല്ലെങ്കിൽ എന്നിട്ട് affidavit ഫയൽ ചെയ്യുക before the ROC. എന്നിട്ട് in the eyes of the ROC he is a competent person of the other language as well as English language. അതാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ്റെ സമ്മറി. ശരിക്കും പറഞ്ഞാൽ സെക്ഷൻ 381 എന്നിട്ട് പ്രത്യേകത 389 അക്കൗണ്ട്സ് ഓഫ് ദ ഫോറിൻ കമ്പനി പ്രിപ്പയറിംഗ് ആൻഡ് ഫയലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്നിട്ട് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ഫോമിൽ? ഷെഡ്യൂൾ 3 ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ ഓപ്പറേഷൻസ് ആയിരിക്കണം. അതിൻ്റെ ഒപ്പം ചില ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യണം. നമ്മുടെ സെയിം ആസ് ചാപ്റ്റർ 9 ഓഫ് ദ കമ്പനീസ് ആക്ട് സെക്ഷൻ 128 ടു സെക്ഷൻ 139 ആയിരിക്കും. ഓക്കെ, പിന്നെ എന്നിട്ട് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പാരന്റ് ഫോറിൻ കമ്പനി, സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്. ഓക്കെ, പിന്നെ എന്നിട്ട് ചാപ്റ്റർ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, അത് അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. ഫിനി സെഷൻ മീൻസ് നോട്ട് ഇൻ ഇംഗ്ലീഷ് ആണെങ്കിൽ സർട്ടിഫൈഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ റൂൾസ് എന്നിട്ട് റൂൾ 10 ആണ് പറയുന്നത്. ഓക്കെ, പവർ സെൻട്രൽ ഗവൺമെൻറ് ടു അക്സെപ്റ്റ് എനി ഫോറിൻ കമ്പനീസ് ഉണ്ട്. ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്? എവറി കാലണ്ടർ ഇയർ വിതിൻ 6 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, അതായത് 31st March വിതിൻ 6 months. എക്സ്റ്റൻഷൻ അപ് ടു 3 months. അതിന് നമ്മൾ അപ്ലൈ ചെയ്യണം ROCക്ക്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ROC ആണത്. പിന്നെ ലിസ്റ്റ് ഓഫ് പ്ലേസസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫോറിൻ കമ്പനി ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്, അതും കൂടി ഫയൽ ചെയ്യണം FC3 അലോങ് വിത്ത് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്തുനിന്ന് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്നിട്ട് ഓഡിറ്റ് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് സ്കോപ്പ് ഓഫ് ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇന്ത്യൻ ബിസിനസ് ഓപ്പറേഷൻസ്, അതിൻ്റെ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് ബൈ ഹൂം? ബൈ എ CA പ്രാക്ടീസിങ് ഇൻ ഇന്ത്യ, എ ഫേം LLP ഓഫ് പ്രാക്ടീസിങ്. അപ്പോൾ നമ്മളിത് തേർഡ് കേസ് പറയണം. ഈ തേർഡ് കേസിന് എന്തൊരു പ്രത്യേകത? തേർഡ് കേസിൽ ഫസ്റ്റ് കേസ് നമ്മൾ നോട്ടീസ് കൊടുക്കണം ഇപ്പോൾ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ. സെക്കൻഡ് കേസിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തുമ്പോൾ തേർഡ് കേസ് ബിസിനസ് സീസ് ചെയ്യുമ്പോൾ. അതാണ് ഇവിടെ പറയുന്നത്. നോട്ടീസ് ഓഫ് സെസേഷൻ ഓഫ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ റൂൾ 83. അപ്പോൾ എനി ഫോറിൻ കമ്പനി സീസസ് ടു ഹാവ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ it shall give a notice of such fact to the registrar. Okay, it's obligation. അപ്പോൾ അങ്ങനെ കൊടുക്കണം എന്തിനാ? ഇറ്റ്സ് ഒബ്ലിഗേഷൻ ടു ഡെലിവർ ഡോക്യുമെൻറ്റ്സ് ടു ദ രജിസ്ട്രാർ ഷാൽ സീസ്. അതവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓപ്പറേഷൻസ് നിർത്തി. അപ്പോൾ നോ നീഡ് ടു ഡെഫർ ദ ഡോക്യുമെൻറ്റ്സ് ഹിയർ ആഫ്റ്റർ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനാണ് നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത് രജിസ്ട്രാറിന്. പക്ഷേ ഒരു പ്രൊവൈസ് ഉണ്ട്, പ്രൊവൈഡഡ് ഇറ്റ് ഹാസ് നോ അതർ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. വേറൊരൊറ്റ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ 2 ബ്രാഞ്ച് ഉണ്ട്, ഒരെണ്ണം മുംബൈയിലും അഹമ്മദാബാദിലും. ഇതൊരു റെലവൻറ്റ് ക്വസ്റ്റ്യനാണ്. മുംബൈയിലത്തെ ബിസിനസ് സീസ് ചെയ്തു, നമ്മൾ നോട്ടീസ് കൊടുത്തു രജിസ്ട്രാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒബ്ലിഗേഷൻ തീരോ ടു ഡെലിവർ ഡോക്യുമെൻറ്റ്സ്? ഇല്ല. കാരണം എന്താ? അഹമ്മദാബാദിൽ പ്ലേസ് ഓഫ് ബിസിനസ് എപ്പോഴും ഉണ്ട്. അതാണ് ഈ പ്രൊവൈസ് പറയുന്നത്. പ്രൊവൈഡഡ് ഇറ്റ് ഹാസ് നോ അതർ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. അതെപ്പോഴും അടുത്തുനിന്നൊരു ഡിസ്പ്ലേ ഓഫ് നെയിം എക്സെട്ര ഫോറിൻ കമ്പനി, VMH. ഈ ഡിസ്പ്ലേ 2 രീതിയിലുണ്ട്, 2 സ്ഥലത്ത് ചെയ്യണം. ഔട്ട്സൈഡ് ദ പ്ലേസ് ഓഫ് ബിസിനസ്, പിന്നെ എന്താ സ്റ്റാറ്റ്യൂട്ടറി ബിൽ, ലെറ്റർ ഹെഡ്സ്, ഡോക്യുമെൻറ്റ്സ് എക്സെട്ര. ഈ ഔട്ട്സൈഡ് ദ പ്ലേസ് ഓഫ് ബിസിനസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ചെയ്യുക, പ്ലസ് ലോക്കൽ ലാംഗ്വേജ്. ഈ ലോക്കൽ ലാംഗ്വേജ് എവിടെയാണ്? വേറെ സച്ച് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഈ പ്ലേസ് ഓഫ് ഫോറിൻ കമ്പനിയുടെ ഓഫീസ് ഏത് പ്ലേസ് ആണോ ഇന്ത്യയിലുള്ളിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ ഔട്ട്സൈഡ് ദ പ്ലേസ് ഓഫ് ബിസിനസ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇംഗ്ലീഷും ലോക്കൽ ലാംഗ്വേജും. സ്റ്റാറ്റ്യൂട്ടറി ബിൽസ് ഇതൊക്കെ ആകുമ്പോൾ ഇംഗ്ലീഷ് മാത്രം മതി. ഓക്കെ, എന്താണ് ഞാൻ ഡിസ്പ്ലേ ചെയ്യേണ്ടത് 2 കേസിലും? നെയിം ഓഫ് ദ കമ്പനി, കൺട്രി ഓഫ് ഇൻകോർപ്പറേഷൻ. ലയബിലിറ്റി ഓഫ് ദ കമ്പനീസ് ലിമിറ്റഡ് ആണെങ്കിൽ മാത്രം ലയബിലിറ്റീസ് ലിമിറ്റഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അത് ഔട്ട്സൈഡ് ദ പ്ലേസ് ഓഫ് ബിസിനസ്സിലും സ്റ്റാറ്റ്യൂട്ടറി ബിൽസിലും 2 സ്ഥലത്തും വരണം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓഫ് നെയിം എക്സെട്ര ഫോറിൻ കമ്പനി സെക്ഷൻ 382. ഡ്യൂട്ടി ഓഫ് ദ ഫോറിൻ കമ്പനിയാണ്. ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൽസറി ആയി. ഔട്ട്സൈഡ് ദ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ നെയിം ഓഫ് ഫോറിൻ കമ്പനി, കൺട്രി ഓഫ് ഇൻകോർപ്പറേഷൻ, ഫാക്ട് ദാറ്റ് ലയബിലിറ്റീസ് ലിമിറ്റഡ് മസ്റ്റ് ബി എക്സ്പെക്റ്റഡ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ 1 ലോക്കൽ ലാംഗ്വേജ്. ബിൽസ്, ലെറ്റർ ഹെഡ്സ്, ഡോക്യുമെൻറ്റ്സ് നെയിം ഓഫ് ദ ഫോറിൻ കമ്പനി, കൺട്രി ഓഫ് ഇൻകോർപ്പറേഷൻ, ലയബിലിറ്റീസ് ലിമിറ്റഡ്. ദീസ് മസ്റ്റ് ബി
exhibited in all letter papers, business letters, billheads, in all notices and other publications of the company in English. അത്രയാണ് എന്നിട്ട് സെക്ഷൻ 382 പറയണത്. ഇപ്പോൾ 383 എന്നിട്ട് പറയുന്നത് സർവീസ്ഡ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, അതായത് ഡോക്യുമെൻറ്റ്സ് ഫോറിൻ കമ്പനിക്ക് കൊടുക്കാം, അതായത് നോട്ടീസ് ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. നോട്ടീസ് ഇതൊക്കെ വരുമ്പോൾ എനി നോട്ടീസ് ഓർ പ്രോസസ് ഓർ അതർ ഡോക്യുമെൻറ്റ്സ് ഈസ് റിക്വയർഡ് ടു ബി സെർവ്ഡ് ഓൺ എ ഫോറിൻ കമ്പനി ഷാൽ ഡീം ടു ബി സഫീഷ്യൻ്റ്ലി സെർവ്ഡ് ഇഫ് അഡ്രസ് ടു എനി പേഴ്സൺ ഹൂസ് നെയിം ആൻഡ് അഡ്രസ് വാസ് ഡെലിവേർഡ് ടു ROC അണ്ടർ സെക്ഷൻ 380. അതായത് 380 നമ്മൾ കുറേ ഡീറ്റെയിൽസ് കൊടുക്കണുള്ളൂ. ROCക്ക് ഫയൽ ചെയ്യണം വിതിൻ 30 days ഓഫ് എന്നിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അങ്ങനെ പറഞ്ഞല്ലോ. അതിൽ പറഞ്ഞ നെയിം ആൻഡ് അഡ്രസ്സിൽ ROC ഒരു ഡോക്യുമെൻ്റ് അയച്ചു നോക്കി. അത് അങ്ങനെ അയച്ച ഡോക്യുമെൻറ്റ് ഷാൽ ഡീം ടു ബി സെർവ് ടു ഫോറിൻ കമ്പനി ആയിരിക്കും ആണ് പറയുന്നത്. അപ്പോൾ എനി നോട്ടീസ് ഓർ ഡോക്യുമെൻറ്റ് to be served on a foreign company shall deem to be sufficiently served if addressed to any person whose name and address was delivered to ROC under section 380, that is authorized person in India, and എങ്ങനെ അയക്കാൻ പറ്റുക, ലെഫ്റ്റ് അറ്റ്, അതായത് അവിടെ കൊടുത്തു, അല്ലെങ്കിൽ ബൈ പോസ്റ്റ്, അല്ലെങ്കിൽ ത്രൂ ഇലക്ട്രോണിക് മോഡ്. ഓക്കെ, അത് ഏത് മോഡിൽ വേണമെങ്കിൽ ആവാം. ഓക്കെ, ലെഫ്റ്റ് അറ്റ് ഓർ സെൻഡ് ബൈ പോസ്റ്റ് ടു ദ അഡ്രസ് വിച്ച് ഹാവ് ബീൻ സോളി ഡെലിവേർഡ് ടു ദ രജിസ്ട്രാർ ഓർ ബൈ ഇലക്ട്രോണിക് മോഡ്. ഇലക്ട്രോണിക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇലക്ട്രോണിക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അടുത്ത സെക്ഷൻ 384 എന്ന് പറഞ്ഞാൽ ഡിബെഞ്ചേഴ്സ്, ആനുവൽ റിട്ടേൺ, രജിസ്ട്രേഷൻ ചാർജസ്, ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ദെയർ ഇൻസ്പെക്ഷൻ എക്സെട്ര. അതായത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 71 ഷാൽ അപ്ലൈ ടു എ ഫോറിൻ കമ്പനി. 71 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. പിന്നെ സെക്ഷൻ 92 പ്രിപ്പറേഷൻ ആൻഡ് ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ. ഈ ആനുവൽ റിട്ടേണും അപ്ലിക്കബിൾ ടു എ ഫോറിൻ കമ്പനിയാണ്. അപ്പോൾ എവരി ഫോറിൻ കമ്പനി ഷാൽ പ്രിപ്പയർ ആൻ ആനുവൽ റിട്ടേൺ ഫോം FC4 ആയി ഇവിടെ. അപ്പോൾ നമ്മൾ 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു. ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വിതിൻ 30 days, ഓൾട്രേഷൻ വിതിൻ 30 days. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫയൽ ചെയ്യുമ്പോൾ വിതിൻ 6 months ഇവിടെ ലിസ്റ്റ് ഓഫ് ഓൾ പ്ലേസ് ഓഫ് ബിസിനസ് ആസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്, അതാണ് FC3. പിന്നെ അടുത്ത് വന്നിട്ട് FC4 എന്ന് പറയുമ്പോൾ ആനുവൽ റിട്ടേൺ ഫയൽ ടു ROC വിതിൻ എപ്പോഴും ലാസ്റ്റ് ഡേ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ 31/3 ഇപ്പോൾ 60 days. Within 60 days of last day of financial year, it should contain the particulars as on the last day of financial year. Okay, within 60 days-നുള്ളിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുക, ഫോം FC4. ഓക്കെ, പിന്നെ സെക്ഷൻ 92 പ്രിപ്പറേഷൻ ആൻഡ് ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ. സെക്ഷൻ 128 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടു ബി കെപ്റ്റ് ബൈ ദ കമ്പനി. പ്രൊവിഷൻ റിലേറ്റിംഗ് ടു രജിസ്ട്രേഷൻ ഓഫ് ചാർജസ്, provisions related to inspection, inquiry, investigation as applicable to Indian companies are also applicable to foreign companies to the extent possible. Okay, inspection, inquiry, investigation. ഓക്കെ, അത് അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഇപ്പോൾ കമ്പനി വയലേറ്റ് ചെയ്തു, ഫോറിൻ കമ്പനി അല്ല പക്ഷേ ആക്റ്റഡ് ആസ് എ ഫോറിൻ കമ്പനി ആണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ 210. അത് നമ്മൾ പിന്നീട് പറയും. അടുത്തുനിന്ന് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കോർപ്പറേറ്റ് CSR, corporate social responsibility, section 135 also applicable to a foreign company as they apply to an Indian company subject to such exceptions and modifications. Okay, പിന്നെ ഇവിടെ നിന്നിട്ട് അക്കോർഡിംഗ് ടു റൂൾ 7 ഓഫ് ദ കമ്പനീസ് ആണ് എന്നിട്ട് ആനുവൽ റിട്ടേൺ ഫയലിംഗ് നമ്മൾ പറയണത്. ഇത്രയാണ് സെക്ഷൻ 384 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 384 വളരെ എളുപ്പം. അപ്ലിക്കബിലിറ്റി ഓഫ് അതർ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ടു എ ഫോറിൻ കമ്പനി. അതർ സെക്ഷൻസ് ഏതൊക്കെ സെക്ഷൻസ് അപ്ലൈസ് ടു എ ഫോറിൻ കമ്പനി എന്നാണ് പറയുന്നത്. അതായത് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ടു എ ഫോറിൻ കമ്പനി, മ്യൂറ്റാറ്റിസ് മ്യൂറ്റൻഡിസ്, അതായത് സബ്ജക്ട് ടു സച്ച് വേരിയേഷൻസ്. സെക്ഷൻ 71 ഡിബെഞ്ചേഴ്സ്, സെക്ഷൻ 77 to 87 രജിസ്ട്രേഷൻ ഓഫ് ചാർജസ്, സബ്ജക്ട് ടു മോഡിഫിക്കേഷൻസ് ഉണ്ട്. സെക്ഷൻ 92 ആനുവൽ റിട്ടേൺ. അപ്പോൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട് FC4. സെക്ഷൻ 135 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നമ്മൾ FC4 എന്ന് പറഞ്ഞു. അതായത് വിതിൻ 60 days ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ 31/3. പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ടു ഫോറിൻ കമ്പനീസ് വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ ബിസിനസ് എന്നിട്ട് 206 to 229 ഇൻസ്പെക്ഷൻ, എൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ. അടുത്തുനിന്ന് സെക്ഷൻ 128 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സെട്ര ടു ബി കെപ്റ്റ്. പ്ലേസ് എവിടെ വെക്കുന്നത്, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യ, അവിടെയാണ് ബുക്സ് കീപ്പ് ചെയ്യേണ്ടത്. പർട്ടിക്കുലേഴ്സ് ടു ബി കണ്ടെയ്ൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നിട്ട് മണി റിസീവ്ഡ്, ക്യാഷ് ഇൻ ആൻഡ് ക്യാഷ് ഔട്ട്, സെയിൽസ് ആൻഡ് പർച്ചേസസ്, പിന്നെ എന്നിട്ട് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. വിത്ത് റെസ്പെക്ട് ടു ഇതെല്ലാം വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ ബിസിനസ് ആയിരിക്കണം. അതാണ് 384 പറയുന്നത്. 385 എന്ന് പറഞ്ഞാൽ ഫീ ഫോർ രജിസ്ട്രേഷൻ. ഇഫ് എനി ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ടു ബി രജിസ്റ്റർഡ് വിത്ത് ROC ആണ് സെക്ഷൻ 379 to 393. ആ പർട്ടിക്കുലർ സെക്ഷൻ പ്രകാരം ഫീസ് അടയ്ക്കണം. അത് വളരെ എളുപ്പം. 386 മീനിങ് ഓഫ് സർട്ടൺ ടേംസ്. സർട്ടൺ ടേംസിൽ വന്നിട്ട് പ്ലേസ് ഓഫ് ബിസിനസ്. ഈ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഡെഫിനേഷൻ ഓഫ് എ ഫോറിൻ കമ്പനി 242 വരുന്നത്. പ്ലേസ് ഓഫ് ബിസിനസ് ഇൻക്ലൂഡ്സ് എ ഷെയർ ട്രാൻസ്ഫർ ഓഫീസ് ഓർ എ ഷെയർ രജിസ്ട്രേഷൻ ഓഫീസ്. ഇത് രണ്ടും പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് കൂട്ടും. അടുത്തുനിന്നിട്ട് രജിസ്ട്രാർ മീൻസ് രജിസ്ട്രാർ ഹാവിംഗ് ജുറിസ്ഡിക്ഷൻ ഓവർ ന്യൂഡൽഹി മാത്രമാണ് ഇവിടെ വരിക. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. അടുത്ത സെക്ഷൻ 387. അപ്പോൾ 387 പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റിംഗ് ഓഫ് പ്രോസ്പെക്ടസ് ആൻഡ് പർട്ടിക്കുലേഴ്സ് ടു ബി കണ്ടെയ്ൻഡ് ഇൻ. അതായത് നോ പേഴ്സൺ ഷാൽ CID എന്ന് പറഞ്ഞാൽ നോ പേഴ്സൺ ഷാൽ സർക്കുലേറ്റ്, ഇഷ്യൂ ഓർ ഡിസ്ട്രിബ്യൂട്ട് എവിടെ ഇൻ ഇന്ത്യ എനി prospectus offering to subscribe for securities of a company incorporated or to be incorporated outside India
whether the company has or has not established a place of business in India unless the prospectus is dated and signed. അത് ഡേറ്റ് ചെയ്യണം, സൈൻ ചെയ്യണം. അതാണ് പറയണത്. അതായത് നോ പേഴ്സൺ ഷാൽ എന്നുള്ള സർക്കുലേറ്റ്, ഇഷ്യൂ ഓർ ഡിസ്ട്രിബ്യൂട്ട് എനി പ്രോസ്പെക്ടസ് ഓഫറിംഗ് ടു സബ്സ്ക്രൈബ് ഫോർ സെക്യൂരിറ്റീസ്. ഈ എന്തിന് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ അൺലെസ് the prospectus is dated and signed, പിന്നെ contains the following particulars. അതാണ് എപ്പോഴാണ് സെക്ഷൻ 387 അപ്ലിക്കബിൾ ആവുക? പ്രോസ്പെക്ടസ് ഓഫറിംഗ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഈ സെക്യൂരിറ്റീസ് ഓഫ് എ ഫോറിൻ കമ്പനി ആയിരിക്കണം. അത് ഇന്ത്യയിൽ ഓഫർ ചെയ്യാൻ പറ്റില്ല അൺലെസ് ദ റിക്വയർമെൻറ്റ്സ് ആർ ഫുൾഫിൽ. എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്? ആ പ്രോസ്പെക്ടസ് ഷുഡ് ബി ഡേറ്റഡ്, സൈൻ ആൻഡ് കണ്ടെയ്ൻസ് ദ ഡിസ്ക്ലോഷേഴ്സ് അണ്ടർ 26 ഓഫ് ദ കമ്പനീസ് ആക്ട്. ഓൾസോ എഡീഷണൽ ഡിസ്ക്ലോഷേഴ്സ്. എന്താണ് എഡീഷണൽ ഡിസ്ക്ലോഷേഴ്സ്? ഇൻസ്ട്രുമെൻറ്റ് ഡിഫൈനിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്പനി, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, മെമ്മോറണ്ടം, എക്സെട്ര, enactment under law, any law under which the company was incorporated, date and country of incorporation, address of principal place of business in India, പിന്നെ Indian address at which inspection of such documents may be made. ഇതാണ് additional requirements. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തിട്ടാണ് പറയണത്? എനി കണ്ടീഷൻസ് 387(2), any condition requiring or binding an applicant for securities to waive compliance with any requirement imposed by virtue of section 387, മുകളിൽ പറഞ്ഞത് ഷാൽ ബി വോയിഡ്, അത് വോയിഡ് ആയിരിക്കും. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്, 387(3), നോ പേഴ്സൺ ഷാൽ ഇഷ്യൂ ടു എനി പേഴ്സൺ ഇൻ ഇന്ത്യ എ ഫോം ഓഫ് അപ്ലിക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഓർ ടു ബി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ അൺലെസ് ദ ഫോം, അതായത് ഫോം എന്തിൻ്റെ? അപ്ലിക്കേഷൻ ഫോം ഫോർ അപ്ലിക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഈസ് ഇഷ്യൂഡ് വിത്ത് എ പ്രോസ്പെക്ടസ്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസിൻ്റെ ഫോം ഷാൽ ബി അക്കമ്പനീഡ് ബൈ എന്നിട്ട് പ്രോസ്പെക്ടസ്. അപ്പോൾ എന്തായാലും പ്രോസ്പെക്ടസ് വേണം, അതായത് ഫോമിൻ്റെ ഒപ്പം പ്രോസ്പെക്ടസും വേണം, അത് കമ്പൽസറിയാണ്. പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്നിട്ട് പ്രൊവൈഡഡ് ദാറ്റ് 387(3) ഷാൽ നോട്ട് അപ്ലൈ. പ്രോസ്പെക്ടസ് വേണ്ട, അതിൻ്റെ എക്സെപ്ഷനാണിത്. എന്തുട്ടാ? ഇഫ് ഇറ്റ് ഈസ് ഷോൺ ദാറ്റ് ദ ഫോം ഫോർ അപ്ലിക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസ് വാസ് ഇഷ്യൂഡ് ഇൻ കണക്ഷൻ വിത്ത് എ ബോണഫൈഡ് ഇൻവിറ്റേഷൻ ടു എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എൻ അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു സെക്യൂരിറ്റീസ്. അതായത് ഫോം ഫോർ അപ്ലിക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ എന്തായാലും പ്രോസ്പെക്ടസ് വേണം. അതാണ് 387(3) പറയണത്. പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്, അതായത് പ്രോസ്പെക്ടസ് വേണ്ട എന്ത് കേസിൽ? അണ്ടർ റൈറ്റിംഗ് ആണെങ്കിൽ പ്രോസ്പെക്ടസ്. സെക്ഷൻ 388 എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ആസ് ടു എക്സ്പേർട്സ് കൺസെൻറ്റ് ആൻഡ് അലോട്ട്മെൻറ്റ്. അതായത് നോ പേഴ്സൺ ഷാൽ സർക്കുലേറ്റ്, ഇഷ്യൂ ഓർ ഡിസ്ട്രിബ്യൂട്ട് ഇൻ ഇന്ത്യ എനി പ്രോസ്പെക്ടസ് ഇഫ് ദ എക്സ്പേർട്ട് ഹാസ് നോട്ട് ഗിവൻ ദ റിട്ടേൺ കൺസെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രോസ്പെക്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ദ എക്സ്പേർട്ട് ഹാസ് വിഡ്രോൺ ഹിസ് കൺസെൻറ്റ് ബിഫോർ രജിസ്ട്രേഷൻ ഓഫ് ദ പ്രോസ്പെക്ടസ്. അങ്ങനെയാണെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതായത് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് രജിസ്റ്റർ ചെയ്യണം. അത് നമ്മൾ സെക്ഷൻ 389 പറയും. അപ്പോൾ ഈ രജിസ്ട്രേഷന് മുമ്പ് എക്സ്പേർട്ട് വിഡ്രോൺ ഹിസ് കൺസെൻറ്റ് ആണെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ദ പ്രോസ്പെക്ടസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എക്സ്പേർട്ട് ഹാസ് ഗിവൻ ഹിസ് കൺസെൻറ്റ് ആൻഡ് ഹാസ് നോട്ട് വിഡ്രോൺ. അങ്ങനെയാണെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇത് മാറ്റി വയ്ക്കുക. ദ പ്രോസ്പെക്ടസ് ഷുഡ് കണ്ടെയ്ൻ എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എക്സ്പേർട്ട് ഹാസ് ഗിവൻ ഹിസ് കൺസെൻറ്റ് ആൻഡ് നോട്ട് വിഡ്രോൺ. അത് കണ്ടെയ്ൻ ചെയ്യണം. അതായത് എക്സ്പേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഡീംഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. അതായത് ഇവിടെ അങ്ങനെ പ്രോസ്പെക്ടസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഈസ് ഡീംഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസ്പെക്ടസ് ഇഫ് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എനി റിപ്പോർട്ട് or a reference to the same is given. Reference to the report or expert opinion is given. അങ്ങനെയാണെങ്കിൽ ഡീം ആ പ്രോസ്പെക്ടസിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതായി നമ്മൾ കൂട്ടും. അപ്പോൾ നമുക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ 388 പറയണത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കണ്ടീഷൻസ് ഫോർ ഇൻക്ലൂഡിങ് എക്സ്പേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പ്രോസ്പെക്ടസ്. എക്സ്പേർട്ട് ഹാസ് ഗിവൻ ഹിസ് കൺസെൻറ്റ്, എക്സ്പേർട്ട് ഹാസ് നോട്ട് വിഡ്രോൺ ഹിസ് കൺസെൻറ്റ്. Prospectus contains a statement that expert has given his consent and the expert has not withdrawn his consent. അതായത് ഇത് പോസിറ്റീവ് ലാംഗ്വേജിൽ പറഞ്ഞു, പക്ഷേ സെക്ഷൻ ആക്ച്വലി നെഗറ്റീവ് കൊണോട്ടേഷനിൽ പറയുന്നത് നോ പേഴ്സൺ ഷാൽ എന്ന് പറഞ്ഞിട്ട്. അത്രയുള്ള വ്യത്യാസം. വെൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് deemed to be included in the prospectus? A statement is contained in any report included in the prospectus. Statement is incorporated in the prospectus by way of reference. Statement is issued along with the prospectus. അങ്ങനെയാണെങ്കിൽ പ്രോസ്പെക്ടസിൻ്റെ ഉള്ളിൽ എക്സ്പേർട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് സെക്ഷൻ 380. അടുത്ത നമ്മൾ പറയുന്നത് സെക്ഷൻ 389. 389 വന്നിട്ട് രജിസ്ട്രേഷൻ ഓഫ് എ പ്രോസ്പെക്ടസ്. അതായത് ഈ പ്രോസ്പെക്ടസ് നമ്മൾ സർക്കുലേറ്റ് ചെയ്യുക. നോ പേഴ്സൺ ഷാൽ സർക്കുലേറ്റ്, ഇഷ്യൂ ഓർ ഡിസ്ട്രിബ്യൂട്ട് എ പ്രോസ്പെക്ടസ് അൺലെസ്, അങ്ങനെയാണ് തുടങ്ങുന്നത് സെക്ഷൻ. ഫോറിൻ കമ്പനി ഷാൽ അൺലെസ് എന്താ ഡെലിവർ ടു ROC എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് പ്രോസ്പെക്ടസ്. ഓക്കെ, നമ്മൾ ഈ ആദ്യം പ്രോസ്പെക്ടസ് ഉണ്ടാക്കിയിട്ട് അത് ROCക്ക് സബ്മിറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ROCക്ക് സബ്മിറ്റ് ചെയ്താൽ ഈ പ്രോസ്പെക്ടസിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻ ചെയ്യണം. അതായത് ഞാൻ ഈ പ്രോസ്പെക്ടസ് സർട്ടിഫൈഡ് കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് ഓൾറെഡി സബ്മിറ്റ് ടു ROC ആണെന്ന് പറഞ്ഞിട്ട് ശേഷമാണ് ആൾക്കാർക്ക് ഈ പ്രോസ്പെക്ടസ് കൊടുക്കേണ്ടത്. പിന്നെ ഈ പ്രോസ്പെക്ടസിനുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടെയ്ൻ ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ ബിഫോർ എന്നുള്ള സർക്കുലേഷൻ, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പ്രോസ്പെക്ടസ്, ഫോറിൻ കമ്പനി ഷാൽ ഡെലിവർ ടു
രജിസ്ട്രാർ എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ പ്രോസ്പെക്ടസ്. പിന്നെ പ്രോസ്പെക്ടസിൻ്റെ ഫേസിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യണം? ആൻഡ് സ്റ്റേറ്റ് ഓൺ ദ ഫേസ് ഓഫ് ദ പ്രോസ്പെക്ടസ് ദറ്റ് ഇറ്റ് ഹാസ് ബീൻ ദ സർട്ടിഫൈഡ് കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് ഹാസ് ബീൻ ഡെലിവേർഡ് ടു ദി ROC. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം. പ്ലസ് എന്നിട്ട് എക്സ്പേർട്സ് കൺസെൻറ്റ് ആസ് അണ്ടർ സെക്ഷൻ 388 ഈസ് അറ്റാച്ച്ഡ് ടു ദ പ്രോസ്പെക്ടസ് ആൻഡ് സച്ച് അതർ ഡോക്യുമെൻറ്റ് ആസ് പ്രിസ്ക്രൈബ്ഡ്. സച്ച് അതർ ഡോക്യുമെൻറ്റ് എന്ന് പറയുമ്പോൾ റൂൾ 11 പ്രകാരം ആ അതർ ഡോക്യുമെൻറ്റ്സ് എന്നിട്ട് എക്സ്പേർട്സ് കൺസെൻറ്റ് ഫോർ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്, കോപ്പി ഓഫ് ദ കോൺട്രാക്ട് അല്ലെങ്കിൽ മെമ്മോറാൻഡം, കോപ്പി ഓഫ് ദ കോൺട്രാക്ട്. ഒരു എഗ്രിമെൻറ്റ് ഉണ്ടെന്നൊക്കെ ബിറ്റ്വീൻ MD അല്ലെങ്കിൽ മാനേജർ, അങ്ങനെയാണെങ്കിൽ കോപ്പി ഓഫ് ദ കോൺട്രാക്ട് പറയും. നമ്മളിപ്പോൾ എഗ്രിമെൻറ്റ് ഫോം ചെയ്തിട്ടില്ലെങ്കിൽ മെമ്മോറാൻഡം. എന്തിൻ്റെ? അപ്പോയിൻമെൻറ്റ് ഓഫ് MD അല്ലെങ്കിൽ മാനേജറിൻ്റെ ഗിവിംഗ് ഫുൾ ഡീറ്റെയിൽസ്. കോപ്പി ഓഫ് ദ അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ്, കോപ്പി ഓഫ് പവർ ഓഫ് അറ്റോർണി ഇഫ് പ്രോസ്പെക്ടസ് ഈസ് സൈൻഡ് ബൈ ദ ഓതറൈസ്ഡ് ഏജൻസ് ഓഫ് ദ ഡയറക്ടർ. അങ്ങനെയാണെങ്കിൽ പവർ ഓഫ് അറ്റോർണി. കോപ്പി ഓഫ് ഇനി മെറ്റീരിയൽ കോൺട്രാക്ട്, ഇത് ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ ബേസിസിൽ ക്വസ്റ്റൻ ഉണ്ട്. ഇനി മെറ്റീരിയൽ കോൺട്രാക്ട്. ഈ മെറ്റീരിയൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതർ ദാൻ ദോസ് എൻഡേർഡ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അങ്ങനത്തെ അല്ലാണ്ടുള്ളതൊക്കെ മെറ്റീരിയലാണ് വിതിൻ ദി ലാസ്റ്റ് 2 years. എന്നാണ് പ്രോസ്പെക്ടസ് ഞാൻ പുറകോട്ട് വരാം വിതിൻ 2 years. ഇതാണ് റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എക്സ്പേർട്ട് കൺസെൻറ്റ്, കോപ്പി ഓഫ് ദ കോൺട്രാക്ട് അല്ലെങ്കിൽ മെമ്മോറാൻഡം, എന്ത് അപ്പോയിൻമെൻറ്റ് ഓഫ് MD മാനേജർ, കോപ്പി ഓഫ് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ്, പവർ ഓഫ് അറ്റോർണി, എനി മെറ്റീരിയൽ കോൺട്രാക്ട് ഫോർ ദ വിതിൻ ലാസ്റ്റ് 2 years. ഇതാണ് റൂൾസ് ലെവലിൽ പറയുന്ന പ്രിസ്ക്രൈബ് ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഒരു സർട്ടിഫൈഡ് കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് ഷുഡ് ബി ഡെലിവേർഡ് ടു ROC. ഈ സർട്ടിഫൈഡ് കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് എന്നിട്ടാ കോപ്പി ഓഫ് ദ പ്രോസ്പെക്ടസ് ഷാൽ ബി സർട്ടിഫൈഡ് ബൈ ചെയർപേഴ്സൺ ഓഫ് ദ കമ്പനി പ്ലസ് 2 other ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. അവർ സർട്ടിഫൈ ചെയ്യണം. അതാണ് സെക്ഷൻ 389. ഇപ്പോൾ 389 എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഓഫ് ദ പ്രോസ്പെക്ടസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ടു ബി അനെക്സ്ഡ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോർ ഇഷ്യൂ, സർക്കുലേഷൻ ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോസ്പെക്ടസ്. എന്തൊക്കെയാണ് വേണ്ട? പോസിറ്റീവ് സെൻസിലാണ് ഈ സമ്മറിയിൽ പറയുന്നത്. സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ പ്രോസ്പെക്ടസ് ഇസ് ഡെലിവേർഡ് ടു ROC ഫോർ രജിസ്ട്രേഷൻ. പ്രോസ്പെക്ടസ് സെയ്ഡ് ദാറ്റ് കോപ്പി ഓഫ് ദ പ്രോസ്പെക്ടസ് ഹാസ് ബീൻ ഡെലിവേർഡ് ടു ROC. ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച്ഡ്. എന്നിട്ട് എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് വേണ്ടത് എക്സ്പെർട്സ് കൺസെൻറ്റ് പ്ലസ് അത് പ്രിസ്ക്രൈബ് ഡോക്യുമെൻറ്റ്സ്. അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന റൂൾ 11 പ്രകാരം. അതെന്താ? എനി കൺസെൻറ്റ്, എക്സ്പെർട്ട് കൺസെൻറ്റ്, കോൺട്രാക്ട് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ ഓർ മാനേജർ, റൈറ്റിംഗിൽ ഇല്ലെങ്കിൽ അതിൻ്റെ മെമ്മോറാൻഡം, അതർ മെറ്റീരിയൽ കോൺട്രാക്ട്സ് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിലല്ലാണ്ട് വിതിൻ 2 years, അതായത് പുറകോട്ട് വിതിൻ പ്രിസൈഡിങ് 2 years, കോപ്പി ഓഫ് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ് ആൻഡ് കോപ്പി ഓഫ് അറ്റോർണി ഇഫ് പ്രോസ്പെക്ടസ് ഇസ് സൈൻഡ് ത്രൂ ഡൂലി ഓതറൈസ്ഡ് ഏജൻറ്റ് ഓഫ് ദ ഡയറക്ടേഴ്സ്. ഈ സർട്ടിഫൈഡ് കോപ്പി എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കേഷൻ ഓഫ് പ്രോസ്പെക്ടസ് ഡൺ ബൈ എന്നൊരു ചെയർപേഴ്സൺ ഓഫ് ദ കമ്പനി പ്ലസ് നമ്മുടെ 2 other ഡയറക്ടേഴ്സ്. അതാണ് സെക്ഷൻ 389 പറയണത്. അടുത്തത് സെക്ഷൻ 390 എന്ന് പറയണം. 390 പറയുന്നത് എന്നിട്ട് ഓഫർ ഓഫ് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ബൈ ഫോറിൻ കമ്പനി. അപ്പോൾ എന്താണ് ഈ കോൺസെപ്റ്റ് ഓഫ് IDR എന്നുള്ളത് ഇവിടെ പറയും. പോസ് ചെയ്തിട്ട് ഇവിടെ വായിക്കുക. സെക്ഷൻ പറയുന്നത് നോ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഓർ ടു ബി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഷാൽ മേക്ക് ആൻ ഇഷ്യൂ ഓഫ് IDR. ചെയ്യാൻ പറ്റില്ല, നെഗറ്റീവ് ലാംഗ്വേജിലാണ്, അൺലെസ് ഇറ്റ് കംപ്ലൈസ് വിത്ത് എന്നിട്ടാ ദിസ് റൂൾ പ്ലസ് സെബിയിലെ എന്നിട്ടാ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് ICDR റെഗുലേഷൻസ് 2009 പ്ലസ് എനി ഡയറക്ഷൻ ഇഷ്യൂഡ് ബൈ RBI. അപ്പോൾ 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ IDR ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ദിസ് റൂൾ, സെബി, പിന്നെ RBI. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? IDRs ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് സെക്ഷൻ 34 and 36 ആൻഡ് ചാപ്റ്റർ 20. അതാണ് സെക്ഷൻ 391 പറയുന്നത്. ഈ 3 സെക്ഷൻസും അപ്ലൈസ് ടു എ ഫോറിൻ കമ്പനി. അതായത് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 34 to 36 ഷാൽ അപ്ലൈ ടു ഫോറിൻ കമ്പനി ഇഷ്യൂയിങ് പ്രോസ്പെക്ടസ്, അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ബൈ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഇഷ്യൂ ഓഫ് IDR ബൈ എ ഫോറിൻ കമ്പനി. അങ്ങനെയാണെങ്കിൽ 34 and 36 ഷാൽ അപ്ലൈ. ഓക്കെ. അടുത്തത് സബ്ജക്ട് ടു സെക്ഷൻ 376 ആണെങ്കിൽ ദ പ്രൊവിഷൻസ് ഓഫ് ചാപ്റ്റർ 10 വൈൻഡിങ് അപ്പ് ഷാൽ അപ്ലൈ ഫോർ ക്ലോഷർ ഓഫ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഫോറിൻ കമ്പനി ഇൻ ഇന്ത്യ ആസ് ഇഫ് ഇറ്റ് വർ എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇന്ത്യ in case such foreign company has raised money through offer or issue of securities which has not been repaid or redeemed. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് കമ്പൽസറി, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇപ്പോൾ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് എ ഫോറിൻ കമ്പനി, ഇപ്പോൾ ഫോറിൻ കമ്പനിക്ക് ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട് ഇന്ത്യയിൽ, അത് കമ്പൽസറി വൈൻഡപ്പ് ചെയ്യും ആസ് ഇഫ് ഇറ്റ് വരെ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇൻ കേസ് ഫോറിൻ കമ്പനി മണി റേസ് ചെയ്തു ത്രൂ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ബട്ട് നോട്ട് ബീൻ റീപെയ്ഡ് ഓർ റിഡീംഡ്, അങ്ങനെയാണെങ്കിൽ അതെന്താ കമ്പൽസറി വൈൻഡിങ് അപ്പ് ആയിരിക്കും ചാപ്റ്റർ 20 പ്രകാരം. അതാണ് പറയണത്. ഫോർ എക്സാമ്പിൾ 34, 35, 36, അതായത് 391 ആണ് നമ്മൾ പറയുന്നത്. അപ്ലിക്കേഷൻ ഓഫ് സർട്ടൺ സെക്ഷൻ 34, 35, 36 ആസ് അപ്ലിക്കബിൾ ടു ദ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ കമ്പനി ഈക്വലി അപ്ലൈ ടു ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ബൈ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആസ് വെൽ ആസ് IDR. അതായത് ഈ സെക്ഷൻസ് ഷാൽ ഈക്വലി അപ്ലൈ ടു ഫോറിൻ കമ്പനി റെസ്പെക്ട് ടു പ്രോസ്പെക്ടസ് ആസ് വെൽ ആസ് IDRs. പിന്നെ അപ്ലിക്കബിലിറ്റി ഓഫ് ചാപ്റ്റർ 20, അതെന്ന് കമ്പൽസറി വൈൻഡിങ് അപ്പ്. ഫോറിൻ കമ്പനി ക്ലോസസ് ദ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ വിതൗട്ട് റീപേയിങ് ഓർ റിഡീമിങ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ഇൻ ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ വൈൻഡിങ് അപ്പ് ഷാൽ അപ്ലൈ ടു സച്ച് ഫോറിൻ കമ്പനി ആസ് ഇഫ് ഇറ്റ് വർ എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ. അടുത്തൊന്നിട്ട് പണിഷ്മെൻറ്റ് ഫോർ കോൺട്രവെൻഷൻ ഓഫ് ചാപ്റ്റർ. ഇത് ഇഫ് എ ഫോറിൻ കമ്പനി കോൺട്രവെൻസ് എനി പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 22 ഓഫ് ദ കമ്പനീസ് ആക്ട് ആണ് ഇത് ഫോറിൻ കമ്പനിയിൽ ഇത് പറയണം. അങ്ങനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് ഫോർ എ ഫോറിൻ കമ്പനി എന്നിട്ട് 1 lakh to 3 lakh പ്ലസ് എഡീഷണൽ ഫൈൻ.
50,000 per day in case of a continuing offence. ഒത്തിരി ഹയർ പെനാൽറ്റിയാണ്. പണിഷ്മെൻറ്റ് ഫോർ എവരി ഓഫീസർ ഓർ ഡിഫോൾട്ടിംഗ് ഓഫീസറിനാണെങ്കിൽ മിനിമം 25,000, 0.25 അപ് ടു 5 lakh. അതാണ് പണിഷ്മെൻറ്റ് വരെ. ഓക്കെ, അത് 392. അടുത്ത് 393 എന്താ പറയുക, കോൺസിക്വൻസസ് ഓഫ് കോൺട്രവെൻഷൻ. അപ്പോൾ ഈ കോൺസിക്വൻസസ് ഓഫ് കോൺട്രവെൻഷൻ എന്ന് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താ, ഫസ്റ്റ് കേസിൽ എന്നിട്ട് പണിഷ്മെൻ്റ് ആണുള്ളത്, സെക്കൻഡ് അതിൻ്റെ കോൺസിക്വൻസസ് സെക്കൻഡ് കോൺസിക്വൻസ് എന്നിട്ട്. അപ്പോൾ ഫെയിലിയർ ടു കംപ്ലൈ ആയി, പക്ഷേ ഇനി കോൺട്രാക്റ്റ് ഫോറിൻ കമ്പനി എൻ്റർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാലിഡിറ്റി ഓഫ് ദ കോൺട്രാക്ട് /ഡീലിംഗ്/ട്രാൻസാക്ഷൻ, ആ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി ഷാൽ നോട്ട് ബി എഫക്റ്റഡ്. ഫോറിൻ കമ്പനി മേ ബി സൂഡ് ബൈ ദി അതർ പാർട്ടി. അതായത് ഫോറിൻ കമ്പനി ഒരാളായിട്ട് എൻ്റർ ചെയ്തു, വേറെ ആളായിട്ട്. ഇപ്പോൾ ഈ തേർഡ് പേഴ്സൺ എല്ലാ റൈറ്റും ഉണ്ട് ഫോറിൻ കമ്പനീനെ സൂ ചെയ്യാൻ. ഈ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി ഒന്നും എഫക്റ്റ് ചെയ്യില്ല, അപ്പോൾ ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്തു. പക്ഷേ ഫോറിൻ കമ്പനി cannot institute legal proceedings against the third person. The foreign company cannot institute legal proceedings. Foreign company cannot claim set off or counter claim. കാരണം എന്നിട്ട് ഫെയിലിയർ ടു കംപ്ലൈ ചെയ്തത് ആരാ, ഫോറിൻ കമ്പനി. അതാണ് എന്നിട്ട് സെക്ഷൻ 393 പറയണത്. ഫോർ എക്സാമ്പിൾ 393 നമുക്കിപ്പോൾ സെക്ഷൻ പറയുകയാണെങ്കിൽ എനി ഫെയിലിയർ ബൈ കമ്പനി ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ 22 ഷാൽ നോട്ട് എഫക്ട് ദ വാലിഡിറ്റി ഓഫ് എനി കോൺട്രാക്ട്, dealing or transaction entered into by the foreign company or its liability to be sued in respect thereof, but the company shall not be entitled to bring any suit, claim any set off or make any counterclaim or institute any legal proceeding in respect of any such contract, dealing or transaction until the company has complied with the provisions of this act applicable to it. ഇപ്പോൾ ചാപ്റ്റർ 22 ഓഫ് ദ കമ്പനീസ് ആക്ട്, കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, the quick summary sections. Definition of a foreign company 242 incorporated outside India. In India, the place of business in India, any business activity in India carried on by through physical or through agent or through electronic mode. Place of business not established but electronic mode ആണെങ്കിൽ still it is a foreign company. Place of business സെക്ഷൻ 386 പ്രകാരം ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് എന്നിട്ട് ഷെയർ ട്രാൻസ്ഫർ ഓഫീസ് അല്ലെങ്കിൽ ഷെയർ രജിസ്ട്രേഷൻ ഓഫീസ്. സെക്ഷൻ 379 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കമ്പനിക്ക് 382, 386 അപ്ലൈസ് ആസ് വെൽ ആസ് 392 ആൻഡ് 393. പിന്നെ 379 ഒരു പ്രൊവിഷൻ ഉണ്ട്, ഫോറിൻ കമ്പനി ഡീംഡ് ആസ് എ ഡൊമസ്റ്റിക് ഇന്ത്യൻ കമ്പനി ഫോർ കംപ്ലയൻസ് പർപ്പസസ്. ഇങ്ങനെ എപ്പോഴാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ഫോറിൻ കമ്പനി ഹാഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ആവാം, പ്രിഫറൻസ് ആയിരിക്കും, ജോയിൻലി ആയിരിക്കും. അത് ഇവിടെ പെയ്ഡ് അപ്പ്. ഇപ്പോൾ ഹാഫ് പെയ്ഡ് അപ്പ് ആണെങ്കിൽ അതിൻ്റെ ഈക്വൽ നമ്പർ എടുക്കാം. ഇറ്റ് ഹെൽഡ് ബൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ ബോഡി കോർപ്പറേറ്റ്, അതായത് കമ്പനി രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഓർ ജോയിൻലി. ഇവർ ജോയിൻലി എടുക്കുകയാണെങ്കിൽ ഓൾ ദ ഫോറിൻ കമ്പനി ഇറ്റ് ഷെൽ കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ 22 ആസ് ഇഫ് ഇറ്റ് ഇസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ ബിസിനസ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ കമ്പനിക്ക് പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ അപ്ലൈസ് പ്ലസ് സർട്ടൻ കമ്പനീസ് ആക്ട് പ്രൊവിഷൻസ് ഓൾസോ അപ്ലൈ. അതാണ് അതിൻ്റെ അർത്ഥം. സ്റ്റിൽ ഇറ്റ് ഇസ് എ ഫോറിൻ കമ്പനി. അതാണ് സെക്ഷൻ 379 പറയുന്നത്. അടുത്ത 380 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു within 30 days FC1 ചില ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. രജിസ്ട്രാർക്ക്. ഈ രജിസ്ട്രാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലത്തെ ആൾ മാത്രമായിരിക്കും. ഇനി ഓൾട്രേഷൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ within 30 days സബ്മിറ്റ് ചെയ്യണം FC2 ടു രജിസ്ട്രാർ. ബിസിനസ് എൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് CCM പോകുകയാണെങ്കിൽ ഇൻറ്റിമേറ്റ് ചെയ്യണം ROCക്ക്, നോട്ടീസ് അയക്കണം ROCക്ക്. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ള കംപ്ലൈൻസസ് വേണ്ടി വരില്ല. പക്ഷേ പ്രൊവൈഡഡ് ഹാസ് നോ പ്ലേസ് ഓഫ് ബിസിനസ്, ഇനി അതർ ദാൻ വേറൊരു പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലാവാൻ പാടില്ല. അതാണ്. അപ്പോൾ FC1 FC2 ബിസിനസ് എൻഡ് ചെയ്യുമ്പോൾ സെസേഷൻ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടെന്നുണ്ട് ആനുവൽ റിട്ടേൺ, അത് FC4 വരും. ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം വിതിൻ ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ 31 ശേഷം വിതിൻ 60 days ഫോം FC4. അതാണ് 380 പറയണത്. ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, 381 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിൽ എന്താ നമ്മൾ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം. ബാലൻസ് ഷീറ്റ്, അതായത് ഡീറ്റെയിൽസ് ഓഫ് പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യ ആസ് ഓൺ ബാലൻസ് ഷീറ്റ് ഡേറ്റ്, പ്ലസ് എന്നിട്ട് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ എന്നിട്ട് സർട്ടിഫിക്കറ്റ്, എന്നിട്ട് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, റിപ്പാട്രിയേറ്റഡ് ഫിനാൻഷ്യൽ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, ഇങ്ങനത്തെ ഒക്കെ സബ്മിറ്റ് ചെയ്യണം. അതാണ് 381 അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. 382 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്പ്ലേ ഓഫ് നെയിമാണ്. 383 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ്. സർവീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ടു ബി എനി ഡോക്യുമെൻറ്റ് റിക്വയർഡ് ടു ബി ഡെലിവേർഡ് ടു ദ കമ്പനി ഷാൽ ഡീം ടു ബി ഡെലിവേർഡ് ഇഫ് അഡ്രസ് ടു ദ ഓതറൈസ്ഡ് പേഴ്സൺ അണ്ടർ സെക്ഷൻ 380. അതായത് നമ്മൾ ROCക്ക് കൊടുക്കുന്ന ഡീറ്റെയിൽസിൽ ഒരു പേഴ്സൻ്റെ പേര് പറയും, അഡ്രസ്സ് പറയും. ആ ആൾക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ഡെലിവറി ചെയ്ത പോലെ തോന്നും, ഡെലിവറി ചെയ്ത പോലെയാണ്. ഇറ്റ് ക്യാൻ ബി ഡെലിവേർഡ് ബൈ ഹാൻഡ് ഡെലിവറി, പോസ്റ്റ് ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. ഓക്കെ, 384 എന്നിട്ട് സർട്ടൻ സെക്ഷൻസ് ടു അപ്ലൈ 72, 128 എക്സെട്ര. 385 എന്ന് പറഞ്ഞാൽ ഫീസ് കൊടുക്കണം ROCക്ക്. 386 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്ലേസ് ഓഫ് ബിസിനസ് ഓൾസോ ഇൻക്ലൂഡ് ഷെയർ ട്രാൻസ്ഫർ ഓഫീസ് അല്ലെങ്കിൽ ഷെയർ രജിസ്ട്രേഷൻ ഓഫീസ്. പിന്നെ പറയണമെന്ന് 387, 388, 389 ഇത് മൂന്നും പ്രോസ്പെക്ടസ് റിലേറ്റഡാണ്. അതായത് നോ പേഴ്സൺ സർക്കുലേറ്റ്, ഡിസ്ട്രിബ്യൂട്ട് ഓർ ഇവിടെ ഇഷ്യൂ ഇനി പ്രോസ്പെക്ടസ് ഫോർ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ഇന്ത്യ അൺലെസ് ഇവിടെ പ്രോസ്പെക്ടസ് ഡേറ്റഡ് ആൻഡ് സൈൻ. അതാണ് 387 പറയണത്.
388 എന്ന് പറയുന്നത് കണ്ടീഷൻസ് ഫോർ ഇൻക്ലൂഡിങ് എക്സ്പേർട്സ് ഒപ്പീനിയൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രോസ്പെക്ടസ്. EOS പ്രോസ്പെക്ടസിൽ വേണം. ബി എന്നിട്ട് വേണം 388B വെൻ ഇറ്റ് ഈസ് ഡീം ടു ബി ഇൻക്ലൂഡഡ് ഇൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ സ്റ്റേറ്റ്മെൻറ്റ് ഡീം ടു ബി ഇൻക്ലൂഡഡ് ഇൻ പ്രോസ്പെക്ടസ്. അത് ഇപ്പോഴാണെന്നുള്ളതാണ്. 389 പറയുന്നത് പ്രോസ്പെക്ടസ് ഷുഡ് ബി രജിസ്റ്റേർഡ് വിത്ത് ROC. ഇങ്ങനെ സെക്യൂരിറ്റീസ് റേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്പെക്ടസ് ടു ബി രജിസ്റ്റേർഡ് വിത്ത് ROC പ്ലസ് റൂൾ 11 വേറെ കുറേ ഡോക്യുമെൻറ്റ്സ് വേണം. അങ്ങനത്തെ 390 പറയുന്നത് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഇങ്ങനത്തെ ഇഷ്യൂ ചെയ്ത് ഇങ്ങനെ മണി റേസ് ചെയ്യണം നിൽക്കും ഫോറിൻ കമ്പനിക്ക്. അങ്ങനെയാണെങ്കിൽ റൂൾ 13 പ്രകാരം നമുക്ക് എന്നിട്ട് വേണം സെബിയുടെ അപ്രൂവൽ വേണം, RBI ഇത് വേണം, പിന്നെ റൂൾസ് അഡ്ഹയർ ചെയ്യണം. റൂൾ 13 സെബിയുടെ എന്ന് പറഞ്ഞാൽ ICDR ക്യാപിറ്റൽ റെഗുലേഷൻ 2009 റൂൾ. അതാണ് 391 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 34 to 36 ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് പ്ലസ് ചാപ്റ്റർ 2 കമ്പൽസറി വൈൻഡിങ് അപ്പ് ഷാൽ അപ്ലൈ ടു എ ഫോറിൻ കമ്പനി. ചാപ്റ്റർ 20. 392 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ്. എന്തെങ്കിലും ഈ ചാപ്റ്റർ 22 ഫോറിൻ കമ്പനിയുടെ പ്രൊവിഷൻസ് എന്തെങ്കിലും വയലേറ്റ് ചെയ്താൽ ഫോറിൻ കമ്പനിക്ക് ഫൈൻ 1 lakh to 3 lakh, മാക്സിമം 3 lakh പ്ലസ് എഡീഷണൽ ഫൈൻ വരും ഫോറിൻ കമ്പനിക്ക് അപ് ടു 50,000 പെർ ഡേ. പേഴ്സൺ അല്ലെങ്കിൽ ഡിഫോൾട്ടിംഗ് ഓഫീസർ ആണെങ്കിൽ 25,000 to 5 lakh. ഓക്കെ. 393 എന്ന് പറഞ്ഞാൽ കമ്പനീസ് ഫെയിലിയർ ടു കംപ്ലൈ നോട്ട് ടു എഫക്ട് ദ വാലിഡിറ്റി ഓഫ് ദ കോൺട്രാക്ട്സ്. അതാണ് 393. ഇത്രയും സെക്ഷൻസാണ് ഉള്ളത്.